ട്രേഡിംഗ് ഇന്ത്യയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് ഏകദേശം 237 പോയിൻറ്റും S&P 14 പോയിൻറ്റ് പോസിറ്റീവായിട്ടും നസ്ഡാക്ക് 12 പോയിൻറ്റ് നെഗറ്റീവായിട്ടും ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗൾഫ് നിഫ്റ്റി ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഫ്ലാറ്റ് അല്ല, നേരത്തെ ഒരു 2 മിനിറ്റിന് മുന്നേ നോക്കിയപ്പോൾ ചെറിയൊരു ഫ്ലാറ്റ് തന്നെയാണ്. ഫ്ലാറ്റായിട്ടാണ് ഗൾഫ് നിഫ്റ്റിയും ട്രേഡ് ചെയ്യുന്നത്. മിക്കവാറും ചെറിയൊരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. കാരണം US മാർക്കറ്റ് ചെറിയൊരു ഡൗൺ ട്രെൻഡിലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ലെവല് ഇന്നലെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഏകദേശം ഒരു 120 പോയിൻ്റ് അടുപ്പിച്ച് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി. പക്ഷേ ടാർഗറ്റിലോട്ട് എത്തിയിട്ടില്ല. പകുതിയിൽ വെച്ച് തന്നെ പിന്നെ തിരിച്ച് താഴോട്ട് വന്നിട്ടാണ് 24,920 സപ്പോർട്ട് എടുത്ത് കയറിയത്. ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡോജി ക്യാൻഡിലാണ്. ഇന്ന് മിക്കവാറും ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലെന്ന് പറയുന്നത് നേരത്തെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 15 മിനിറ്റിൽ ഈ ഒരു ലെവല് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നാലും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടിന് താഴെ 24,830-850 റേഞ്ചൊക്കെ മിക്കവാറും അടുത്തൊരു സപ്പോർട്ടായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് എന്തായാലും ഗ്യാപ്പ് ഫില്ലിങ്ങിന് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ മിക്കവാറും ഇന്ന് തന്നെ താഴോട്ടൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്ന ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മിക്കവാറും 25-ന് ഈ ആഴ്ചയിൽ തന്നെ എക്സ്പയറിക്ക് വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ തന്നെ മിക്കവാറും ഒരു 25-ന് മുകളിൽ ക്ലോസിങ് കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഈ ആഴ്ചത്തെ വീക്ക്ലി ക്യാൻഡിൽ മിക്കവാറും 25,000-ന് മുകളിൽ ക്ലോസിങ് കിട്ടിയേക്കും. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. 25,035 ഇന്നലെ ഏകദേശം റെസിസ്റ്റൻസ് വന്ന ഏരിയയാണ്. 24,030-35 ഏരിയ എന്ന് പറയുന്നത്. 24,035-ന് മുകളിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വന്നാൽ മുകളിലോട്ട് എൻട്രി നോക്കാം. 25,030 25,030-ന് മുകളിൽ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. 25,100 ടാർഗറ്റ് വരുന്നത്. 25,100 ടാർഗറ്റ് ആയിരിക്കും. 25,030 ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇന്നലെ മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് അവിടെ നിന്നാണ് ഒരു റിജക്ഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും 25,130 20 വരെയൊക്കെ കയറിപ്പോകാൻ സാധ്യതയുണ്ട്. 30 വരെ കയറിപ്പോകാൻ സാധ്യതയുണ്ട്. 25,130 ടാർഗറ്റ് വയ്ക്കാം. മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 24,920 തന്നെയാണ്. താഴോട്ട് 24,920 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 850-830 ഈ ഒരു ലെവല് തന്നെയാണ് ടാർഗറ്റ് വരുന്നത്. അതിന് താഴോട്ട് വരുന്നത് ഈ ഒരു ഏരിയ 756 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഇന്ന് നാരോ CPR ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മിക്കവാറും ട്രെൻഡിങ് ആയിരിക്കും. സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടെയാണ്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. ഇതെല്ലാം 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ലെവലിൽ കൂടെ നോക്കിയിട്ട് എൻട്രി എടുക്കുക. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം.
ഡേറ്റ ഇന്നലെ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 116 കോടിക്ക് FIS സെല് ചെയ്തിട്ടുണ്ട്, 5004 കോടിക്ക് DIs ബൈ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ബൈയിങ് ആയിരുന്നു ഇന്നലെ. ഇതെല്ലാം എനിക്ക് തോന്നുന്നു സ്റ്റോക്കിലാണ് ഇത്രയും ബൈയിങ് നടന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 2.4 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. കോൾ ഓപ്ഷൻ 53,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ 2.4 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. പ്രോയും പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. 1.14 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. 41,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും ബൈയിങ് ആണ്. ക്ലൈൻറ്റ് പൊസിഷൻസ് കുറച്ചിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ 3.82 lakh ക്വാണ്ടിറ്റി സെല്ലിംഗ് ആണ്. 11,000 ക്വാണ്ടിറ്റി ബൈയിങ് ആണ്. കോൾ ഓപ്ഷൻ ഫ്യൂച്ചേഴ്സിലും മാറ്റമൊന്നുമില്ല. പ്രോയും ബൈയിങ് തന്നെയാണ്. FIS സ്ട്രോങ് സെല്ലിംഗ് തന്നെയാണ് ഫ്യൂച്ചേഴ്സ്. മാർക്കറ്റ് മിക്കവാറും ഒരു ഗ്യാപ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മേജർ ലെവലായിരിക്കും. 25,033, 25,039, താഴോട്ട് 24,907, 24,913. ഒരു ഗ്യാപ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെങ്ങാനും ഒരു ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറും. CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ബ്രേക്കൗട്ട് കിട്ടും CPRൽ. ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 25,033, 25,039 താഴോട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പം ഈ രണ്ട് ലെവലും കൃത്യമായിട്ട് നോക്കുക. ഈ രണ്ട് ലെവലും എങ്ങോട്ടെങ്കിലും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. ഈ രണ്ട് ലെവലും ശ്രദ്ധിക്കുക. ഇത് സ്ട്രോങ് സപ്പോർട്ടും സ്ട്രോങ് റെസിസ്റ്റൻസും ആയിരിക്കും. ഈ ലെവൽ എങ്ങോട്ടെങ്കിലും ഒന്ന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,033, 25,039 മുകളിലോട്ടാണ് ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ 25,100, 25,192, 25,102 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മുകളിലോട്ട് 25,200 വരേക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യത കൂടുതലാണ്. 25,033 ബ്രേക്കൗട്ട് കിട്ടിയാൽ 25, 33, 25, 39 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാർഗറ്റും കഴിഞ്ഞ് മിക്കവാറും 25,200 വരെ മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് 24,907, 24,913 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,869, 24,850 ഫസ്റ്റ് സപ്പോർട്ട് കിട്ടും. ഇത് ബ്രേക്ക് ആയാൽ ഏകദേശം 24,800 തന്നെയായിരിക്കും മിക്കവാറും വരിക. ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് മിക്കവാറും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 24,780 ആയൊരു ഏരിയയിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം കൃത്യമായിട്ട് ഈ രണ്ട് ലെവലുമാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും ഇവിടെ നിന്ന് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അങ്ങോട്ടൊരു ട്രെൻഡിങ് മാർക്കറ്റ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്